1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് 1947 ജനുവരി 22-നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിദാനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വാക്യത്തോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് HV കാമത്താണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആഗ്രഹം കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെയാണ് എന്നൊന്ന് പറഞ്ഞത് ഡോക്ടർ VR അംബേദ്കറാണ്. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യയുടെ ആമുഖമായിട്ട് മാറുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ആണ്. ഇത് ആമുഖത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് 1947 ജനുവരി 22-നും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നുമാണ്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത്. ആമുഖം ന്യായവാദത്തിന് അർഹമല്ല. ഭരണഘടനയിലെ ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം, അലങ്കാരം, ആഭരണം, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വം, സാരാംശം, ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നിങ്ങനെയൊക്കെ ആമുഖത്തെ വിശേഷിപ്പിക്കുന്നതും. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം, അലങ്കാരം, ആഭരണം, ഇന്ത്യൻ ഭരണഘടനയുടെ തത്വം, സാരാംശം, ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ എന്നിങ്ങനെയൊക്കെ ആമുഖത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആമുഖം ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്യും. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ആയിരുന്നു. ഇനി ആമുഖത്തിന് നമുക്ക് 4 ഭാഗങ്ങളുണ്ട്. ആമുഖത്തിന് 4 ഭാഗങ്ങളുണ്ട്. സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നാമത്തതും, 2 നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, 4 ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ, ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നും പറഞ്ഞാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി എന്ന് പറയുന്നത് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പരമാധികാരം ഇന്ത്യയിലെ ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന വാക്ക് ഇന്ത്യ കടമെടുത്തിരിക്കുന്നതും ഫ്രാൻസിൽ നിന്നാണ്. നീതി, ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരം നീതിയുണ്ട്. സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. മൗലിക അവകാശങ്ങളിലൂടെയും മാർഗനിർദ്ദേശ തത്വങ്ങളിലൂടെയും ഇന്ത്യയിൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പാക്കുന്നു. ഈ 3 നീതികളും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ്. സാമൂഹ്യ നീതി, സമൂഹത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയുന്ന നീതിയാണ്. സാമ്പത്തിക നീതി, പണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയുന്ന നീതി. രാഷ്ട്രീയ നീതി, രാഷ്ട്രീയ നടപടിക്രമങ്ങളിലുള്ള തുല്യത ഉറപ്പാക്കുന്ന നീതിയാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരത്തിലുള്ള നീതിയുണ്ട്. സാമൂഹ്യ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. മൗലിക അവകാശങ്ങളിലൂടെയും മാർഗനിർദ്ദേശ തത്വങ്ങളിലൂടെയും ഇന്ത്യയിൽ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പാക്കുന്നു. ഈ 3 നീതികളും ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. സാമൂഹ്യ നീതി പറയുമ്പോൾ സമൂഹത്തിലെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ ലിംഗത്തിൻ്റെ ഒന്നിൻ്റെയും പേരിൽ വേർതിരിവ് ഇല്ലാത്തെന്ന് ഉറപ്പുവരുത്തുന്ന നീതിയാണ്. സാമ്പത്തിക നീതി എന്ന് പറയുമ്പോൾ പണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം തടയുന്ന നീതി. രാഷ്ട്രീയ നീതികളും രാഷ്ട്രീയ നടപടിക്രമങ്ങളിലുള്ള തുല്യത ഉറപ്പാക്കുന്ന നീതി. ഇനി സ്വാതന്ത്ര്യം, മൗലിക അവകാശങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ചിന്ത, ആവിഷ്കാരം, വിശ്വാസം എന്നിവയുടെ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യങ്ങളിലൂടെയും ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിലൂടെയും പൗരന്മാർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. സമത്വം,
ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാ പൗരന്മാരും നിയമത്താൽ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു. സമത്വം എന്ന വാക്കിന്റെ അർത്ഥം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പദവികളുടെ അഭാവം, വിവേചനം കൂടാതെ എല്ലാ വ്യക്തികൾക്കും മതിയായ അവസരങ്ങൾ നൽകുക എന്നതാണ്. സമത്വം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാ പൗരന്മാരും നിയമത്താൽ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു. സമത്വം എന്ന വാക്കിന്റെ അർത്ഥം സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക പദവികളുടെ അഭാവം, വിവേചനം കൂടാതെ എല്ലാ വ്യക്തികൾക്കും മിതമായ അവസരങ്ങൾ നിർമ്മിക്കുക എന്നതാണ്. സാഹോദര്യം. എല്ലാ പൗരന്മാർക്കും ഇടയിൽ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുക. മൗലിക അവകാശങ്ങൾ സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഉറപ്പ് നൽകുന്നു. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ബി.ആർ. അംബേദ്കറാണ്. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ബി.ആർ. അംബേദ്കറാണ്. ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. പരമാധികാരം. ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള രാജ്യത്തിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പരമാധികാരം. പരമാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭ്യന്തരവും വൈദേശികവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള രാജ്യത്തിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഏത് വിഷയത്തിലും നിയമനിർമ്മാണം നടത്താനും ഇന്ത്യക്ക് അധികാരമുണ്ടെന്ന് ഇതിനർത്ഥം. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. മറ്റൊരു രാജ്യത്തിന്റെയും ആശ്രയത്തെ ആധിപത്യമോ ഇന്ത്യയിലില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. മറ്റൊരു രാജ്യത്തിന്റെ ആശ്രയത്വമോ ആധിപത്യമോ ഇന്ത്യയിലില്ല. 1947 ഓഗസ്റ്റ് 15 മുമ്പ് ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനിയായിരുന്നു. എന്നാൽ 1950 ജനുവരി 26 മുതൽ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി. ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യക്ക് ഒരു വിദേശ പ്രദേശം സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് അനുകൂലമായ ഒരു പ്രദേശത്തെ വിട്ടുകൊടുക്കാനോ കഴിയും. UN, കോമൺവെൽത്ത് ഓഫ് നേഷൻസ് തുടങ്ങിയ ബഹുരാഷ്ട്ര സംഘടനകളിലെ ഇന്ത്യയുടെ അംഗത്വം ഒരു തരത്തിലും അതിന്റെ പരമാധികാരത്തെ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. ഇനി സോഷ്യലിസം. സോഷ്യലിസം എന്നാൽ വരുമാനത്തിലും നിലവാരത്തിലും ജീവിത നിലവാരത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ളതും ജനാധിപത്യ സോഷ്യലിസമാണ്, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല. പൊതു സ്വകാര്യ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ജനാധിപത്യ സോഷ്യലിസം വിശ്വാസയോഗ്യമാണ്. സോഷ്യലിസം എന്നാൽ വരുമാനത്തിലും നിലവാരത്തിലും ജീവിത നിലവാരത്തിലുമുള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ളത് ജനാധിപത്യ സോഷ്യലിസമാണ്. പൊതു സ്വകാര്യ മേഖലകളിൽ നിലനിൽക്കുന്ന ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ജനാധിപത്യ സോഷ്യലിസം വിശ്വാസയോഗ്യമാണ്. മതേതരം. ഇന്ത്യൻ ഭരണകൂടത്തിന് സ്വന്തമായി ഒരു മതവുമില്ല എന്നത് മാത്രമല്ല, എല്ലാ വ്യക്തികൾക്കും മതം പ്രകടിപ്പിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും തുല്യ അവകാശമാണുള്ളത്. എല്ലാ മതങ്ങൾക്കും തുല്യമായ ബഹുമാനം, എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുക, ഒരു മതത്തിനും പ്രാധാന്യമില്ല എന്നിവയാണ് മതേതരത്തിലൂടെ ലക്ഷ്യമാക്കുക. അതായത് നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും തുല്യമായ പദവിയും പരിഗണനയുമുണ്ട്. ഇനി ജനാധിപത്യം. രാഷ്ട്രത്തിന്റെ ഭരണാധികാരികളും ഭരണ സംവിധാനവും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടും. അവർ ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും. റിപ്പബ്ലിക്. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ ഉള്ള ഒരു ജനതയെ റിപ്പബ്ലിക് എന്നറിയപ്പെടും. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കണം. രാഷ്ട്രത്തലവനെ ഇടയ്ക്കിടെ തിരഞ്ഞെടുക്കണം. ഇന്ത്യയിൽ 5 വർഷത്തിലൊരിക്കലാണ് നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തിയാണ് ബി.എൻ. റാവു. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തിയാണ് ബി.എൻ. റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖത്തിന്റെ വിശേഷണങ്ങൾ. ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് സർ അല്ലാടി കൃഷ്ണസ്വാമിയായ. ഞങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്നതും സ്വപ്നം കണ്ടിരുന്നതും നമ്മുടെ ഭരണഘടനയുടെ ആമുഖം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നത് സർ അല്ലാടി കൃഷ്ണസ്വാമിയായിരുന്നു. നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് കെ. മുൻഷിയാണ്. നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിന്റെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് കെ. മുൻഷി. ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് സർ ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് സർ ഏണസ്റ്റ് ബാർക്കർ. ഇത് ഭരണഘടനയുടെ ആത്മാവാണ്, ഭരണഘടനയുടെ താക്കോലാണ്, ഇത് ഭരണഘടനയുടെ രത്നമാണ്, ഭരണഘടനയുടെ മൂല്യമളക്കാൻ കഴിയുന്ന ശരിയായ അളവുകോലാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് ഠാക്കൂർദാസ് ഭാർഗവ. ഇത് ഭരണഘടനയുടെ ആത്മാവാണ്, ഇത് ഭരണഘടനയുടെ താക്കോലാണ്, ഇത് ഭരണഘടനയുടെ രത്നമാണ്, ഇത് ഭരണഘടനയുടെ മൂല്യമളക്കാൻ കഴിയുന്ന ശരിയായ അളവുകോലാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് ഠാക്കൂർദാസ് ഭാർഗവ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാര. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാര. ഇനി ആമുഖവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കേസുകളാണ്. ബെറുബറി കേസ് 1960, കേശവാനന്ദ ഭാരതി കേസ് 1973, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995. ബെറുബറി കേസ് 1960, കേശവാനന്ദ ഭാരതി കേസ് 1973,
യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസ് 1995. ബർബറി കേസ് 1960 സുപ്രീം കോടതി പറഞ്ഞ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസ് 1973 പറഞ്ഞു. ബർബറി കേസ് 1960 പറഞ്ഞ തെറ്റാണ്, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ 1995 ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നായിരുന്നു ഈ കേസിൻ്റെയും വിധി.